ഫൈനലി കേസ് നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ അപ്ഡേറ്റിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് വന്ന അപ്ഡേറ്റ് വന്ന എല്ലാ ചീറ്റ് കോഡ്സും പിന്നെ കുറച്ച് പ്രോക്സുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് കുറച്ച് പ്രോക്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോക്സിൻ്റെ ചീറ്റ് കോഡും പിന്നെ നമ്മളെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കാലൊക്കെ ചെയ്യുക, തൊട്ട് തന്നെ ബെല്ലൊക്കെ ജസ്റ്റ് അടിച്ച് പൊട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ ഞാൻ അവിടെ കുറേ ട്രാക്ടറുകളൊക്കെ എടുത്തിരിക്കുക. അപ്പോൾ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് ഇപ്പോൾ പറഞ്ഞിട്ട് 56-43 കേസ് നമ്മുടെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് 56-43 കേസ് നമ്മുടെ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മുടെ ട്രാക്ടറിനെ കുറിച്ച് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ട്രാക്ടറുകളൊക്കെ വന്നിട്ടുണ്ട്. വേറെ ലെവലൊരു ട്രാക്ടർ കേസ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് ആ വീഡിയോസിലെല്ലാം പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് നമ്മുടെ ട്രാക്ടറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും സൂപ്പർ ട്രാക്ടറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ട്രാക്ടറിൻ്റെ കളറുകളൊക്കെ ജസ്റ്റ് ഒന്ന് ചേഞ്ചിങ്ങുകളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും അടിപൊളി ഒരു ട്രാക്ടറുകളൊക്കെ തന്നെയാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് ഫൈനലി ആയിട്ട് കൊണ്ടുവന്നത്. എന്തായാലും സൂപ്പർ ട്രാക്ടറാണ്. അപ്പം നമുക്ക് എങ്ങനെ ആ ഒരു പ്രോക്സ് പുതിയ തരുന്ന പ്രോക്സ് ഒക്കെ എടുക്കാമെന്ന് ഇപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് ഞാൻ കാണാതിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് തന്നെ കാണാൻ കുറേ പ്രോക്സ്, കുറേ ഫാനിൻ്റെ ലീഫുകൾ, കുറച്ചധികം സാധനങ്ങളൊക്കെ കിടന്ന് കറങ്ങണം. പിന്നെ കുറച്ച് പ്രോക്സുകളൊക്കെ ഇവിടെ ഞാൻ കുറച്ച് സ്റ്റണ്ടിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞാൽ അതിന് മുന്നേ നിങ്ങൾ ഫോൺ എടുത്തിട്ട് നേരെ RJ സ്റ്റൂളിൽ പോയിട്ട് ഞാൻ അടിക്കുന്നതിനാണ് R2 നിങ്ങളൊക്കെ അടിച്ച് ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു സൂപ്പർ പ്രോക്സുകളൊക്കെ നമ്മുടെ ഗെയിമിൽ ഒരു R2 അടിച്ച് ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ ഒരു വലിയ നമ്മളെ സ്കേറ്റിംഗ് ബോർഡ് സ്റ്റണ്ടിങ്ങിൻ്റെ പ്രോക്സ് വരും. അത് നിങ്ങൾ ഫോണുകളൊക്കെ എടുത്തിട്ട് പുതിയൊരു വന്നൊരു അപ്ഡേറ്റ് ആണെങ്കിൽ സ്മോഡ് ഓൺ നിങ്ങളൊക്കെ അടിച്ച് നമ്മുടെ സൈഡിൽ കുറച്ച് ഐറ്റംസുകളൊക്കെ വരും. -X -Y -Z പ്ലസ് എന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസുകളൊക്കെ വരും. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പ്ലസ്സുകളൊക്കെ ഞെക്കി പിടിക്കുക. എക്സിന് നേരെ കിടക്കുന്ന പ്ലസ് ഞെക്കി പിടിച്ചാൽ നമ്മൾ ഈ ഒരു പ്രോക്സ് റൊട്ടേറ്റിംഗ് ആണൊക്കെ ആവുന്നതാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് മൈനസ് ചെയ്യാനായിട്ടും കാലൊക്കെ പറ്റുന്നതാണ്. പിന്നെ നിങ്ങൾ Y പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ സൈഡിലോട്ട് നമ്മൾ ഈ ഒരു പ്രോക്സുകളൊക്കെ റൊട്ടേറ്റ് ആവുന്നതാണ്. അതിന് തന്നെ പ്ലസ് പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ തിരിച്ച് റൊട്ടേറ്റ് ആവുന്നതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ Z പിടിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ആയി വരുന്നതാണ്. എന്തായാലും അടിപൊളി ഒരു കിണ്ണം കാച്ചി പ്രോക്സ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവന്നത്. സൂപ്പർ പ്രോക്സുകളൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത്. എനിക്ക് എന്തായാലും ഈ ഒരു ഫീച്ചർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബിൽഡിംഗ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് റൂം പോലെ കിട്ടണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ എന്തായാലും സൂപ്പറാണ്. നമുക്ക് അടിപൊളി റൂമുകളൊക്കെ കെട്ടിയെടുക്കാനായിട്ട് സാധിക്കും. എന്തായാലും സൂപ്പറായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വന്നാൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നേരെ പോയി അപ്ഡേറ്റ് ചെയ്യുക. എന്തായാലും വലിയൊരു സൂപ്പർ അപ്ഡേറ്റ് ആണ് നമ്മൾ ഗെയിമിലോട്ട് വന്നിട്ട്. വലിയ അപ്ഡേറ്റ് വരാൻ കിടപ്പുണ്ട്. ഇതെന്തായാലും ചെറിയൊരു അപ്ഡേറ്റ് ആണ്. ഓക്കെ, അത് നിങ്ങൾ R3 നിങ്ങളൊക്കെ അടിച്ച് കോൾ ചെയ്ത് നമ്മളെ ഫാനിൻ്റെ ലീഫ് പോലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായാലും R3 നിങ്ങളൊക്കെ അടിച്ച് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഫാനിൻ്റെ ലീഫ് പോലത്തെ ഒരു ഐറ്റം വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മോഡ് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ പ്രോക്സ് ഈ ഒരു ഫാനിൻ്റെ ലീഫ് പോലെ ഇരിക്കുന്ന ആ ഒരു പ്രോക്സ് ജസ്റ്റ് മേലോട്ടൊന്ന് ഞെക്കി ഒന്ന് കറക്റ്റ് പൊക്കത്തിനനുസരിച്ചൊന്ന് വയ്ക്കുന്ന ആ ഫാനൊക്കെ ലീഫ്സ് ഒന്ന് തറയെ തട്ടായിരിക്കും അങ്ങനത്തെ കുറച്ചൊന്ന് ഹൈറ്റിലാക്കി വയ്ക്കുകയെന്ന് എന്തായാലും ഇങ്ങനെ ഞാൻ വയ്ക്കുമ്പോൾ നിങ്ങൾ വെച്ചിട്ട് നേരെ ആ റൊട്ടേറ്റ് ബട്ടൺസിൽ വെച്ച് ഞെക്കി കഴിഞ്ഞാൽ റൊട്ടേറ്റ് ആവുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ നമ്മൾ റൊട്ടേറ്റിങ്ങളൊക്കെ ആവണം. എന്തായാലും സൂപ്പർ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് എന്തായാലും കൊണ്ടുവന്നത്. സൂപ്പർ റൊട്ടേറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിച്ചാൽ എന്തായാലും അടിപൊളി ഒരു റൊട്ടേറ്റ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഡെവലപ്പർ എല്ലാം കൂടെ കൊണ്ടുവന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു ഫീച്ചർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര കൂട്ടുകാരുണ്ടെന്ന് ജസ്റ്റ് ഈ ഒരു വീഡിയോ കൂടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഒരിക്കലും മറക്കലും. അടുത്തൊരു പ്രോക്സ് ആണ് നമ്മുടെ ഗെയിമിലുള്ള അടുത്തൊരു പ്രോക്സ് R4 എന്ന് അടിച്ച് കഴിഞ്ഞാൽ ആ റൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഐറ്റം കിട്ടും. ഇത് നമ്മൾ ഈ ഒരു കാർസൊക്കെ മറ്റേ കാർ ഷോറൂമിൽ നിങ്ങളൊക്കെ കാർസൊക്കെ ഇട്ട് എടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു റൊട്ടേറ്റ് ചെയ്യണത്. അപ്പോൾ ഇതെന്തായാലും അടിപൊളി ഒരു സാധനമാണ്. നമുക്ക് കാർസൊക്കെ ഇട്ട് അലങ്കരിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതുപോലെ നമുക്ക് പ്രോക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു മിഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഈ ഒരു പ്രോക്സും യൂസ് ചെയ്യാം. എന്തായാലും കേസ് അടിപൊളി ഒരു പ്രോക്സ് തന്നെയാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഡെവലപ്പർ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഞാൻ എന്തായാലും ഈ ഒരു പ്രോക്സിൻ്റെ പുറത്ത് ജസ്റ്റ് കെയർ ചെയ്യുന്ന ഞാൻ പ്രോക്സുകളൊക്കെ റൊട്ടേറ്റ് ആവുന്നതാണ്. ഇവിടെ റൊട്ടേറ്റിങ്ങുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ റൊട്ടേറ്റ് അടിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ P18 അടിച്ച് ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു പ്രോക്സ് വരും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എനിക്ക് ഇതുവരെയും ഒന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇത് റൊട്ടേറ്റിങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും കേസ് അടിപൊളി ഒരു പ്രോക്സ് തന്നെയാണ് കേസ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പ്രോക്സ് ഈ ഒരു ഞാൻ ഇപ്പം നിൽക്കുന്ന ആ റൗണ്ട് പോലത്തെ പ്രോക്സും പിന്നെ ആ ഒരു ഫാനിൻ്റെ ലീഫ് പോലെ ഇരിക്കുന്ന ആ ഒരു പ്രോക്സുമാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത്. എന്തായാലും അടിപൊളി ഒരു പ്രോക്സുകളൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി ആയിട്ട് കൊണ്ടുവന്നത്. സൂപ്പർ പ്രോക്സുകളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളി പ്രോക്സ് തന്നെയാണ്. അപ്പോൾ ഇവർ പ്രോക്സുകളൊക്കെ സെറ്റ് ചെയ്തത് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു പ്രോക്സ് തന്നെയാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ P17 അടിച്ച് വേറൊരു വലിയൊരു പ്രോക്സ് വരും. ഇത് ഈ ഒരു പ്രോക്സ് നമ്മളെ ഗെയിമിൽ ഉണ്ടായിരുന്നതാണെന്നാണ് എൻ്റെ ഒരു
അറിവ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഗെയിമിൽ ഉണ്ടായിരുന്ന പ്രോക്സ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് വെക്കാം. അപ്പോൾ മറക്കാതെ എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കല്ലെങ്കിൽ. നമ്മളെ ഗെയിമിലോട്ട് മറക്കാതെ നിങ്ങൾ ഈ ഒരു വീഡിയോക്ക് താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. എന്തായാലും അടിപൊളി വലിയൊരു പ്രോക്സി തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് എല്ലാ ഐറ്റംസും ആയിട്ട് കൊണ്ടുവന്നത്. സൂപ്പർ പ്രോക്സുകളൊക്കെ തന്നെയാണ് നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി ആയിട്ട് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും സൂപ്പർ പ്രോക്സുകളൊക്കെ തന്നെ നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി കൊണ്ടുവന്നത്. എന്തായാലും അടിപൊളി ഒരു പ്രോക്സും കാര്യങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ. ഇത്ര ഐറ്റംസ് ആണ് ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇനിയും കുറേ ഐറ്റംസുകളൊക്കെ വരാനിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റൂല എന്താണെന്ന് ചെയ്യാം. ഇനി നമ്മൾ ഗെയിമിലോട്ട് വരാൻ പോകണമെങ്കിൽ സസ്പെൻസ് ആക്കി വെച്ചേക്കാൻ നമ്മൾ ഡെവലപ്പർ. അതെന്തായാലും അടുത്ത അപ്ഡേറ്റിൽ നിങ്ങൾക്ക് റിവീലായിട്ട് ചെയ്യത്തുള്ളൂ. ഇനി എന്തായാലും കുറച്ച് കൂടുതൽ ഐറ്റംസ് നമ്മുടെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം. അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.